दीपज्योति परं ज्योति दीपज्योतिर्जनार्दन दीपो हरतु मे पापं दीपज्योतिर्नमोऽस्तुते शुभं करोतु कल्याणं आरोग्यं सुखसम्पदा द्वेषबुद्धिविनाशाय आत्मज्योतिर्नमोऽस्तुते आत्मज्योतिप्रदीप्ताय ब्रह्मज्योतिर्नमोऽस्तुते ब्रह्मज्योतिप्रदीप्ताय गुरुर्ज्योतिर्नमोऽस्तुते। माधव प्रणाम। 1 2 3। या कुन्देन्दु तुषारहारधवला या शुभ्रवस्त्रावृता या वीणावरदण्डमण्डितकरा या श्वेतपद्मासना या ब्रह्माच्युतशङ्कर प्रभृतिभिर्देवैः सदा वन्दिता सा मां पातु सरस्वती भगवती निःशेषजाढ्यापहा शुक्लां ब्रह्मविचारसारपरमां आद्यां जगद्व्यापिनीं वीणापुस्तकधारिणीम् अभयदा जाढ्यान्धकारापहा हस्ते स्फाटिकमालिकां विदधती पद्मासने संस्थितां वन्दे त्वां परमेश्वरी भगवती बुद्धिप्रदां शारदाम्। हे हंसवाहिनी ज्ञानदायिनी अम्ब विमलमदिते अम्ब विमलमदिते जग सिर मौर बनाए भारत वह बल विक्रम दे अम्ब विमलमदिते साहसशील हृदय में वर दे जीवन त्याग तपोमय कर दे संयम सत्य स्नेह का वर दे स्वाभिमान भर दे। हे हंसवाहिनी ज्ञानदायिनी अम्ब विमलमदिते अम्ब विमलमदिते लवकुश ध्रुव प्रहलाद बनें हम मानवता का त्रास हरे हम सीता सावित्री दुर्गा मां फिर घर घर भर दे। हे हंसवाहिनी ज्ञानदायिनी अम्ब विमलमदिते अम्ब विमलमदिते। ब्रह्मनादम।
ॐ भूर्भुवस्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात् रत्नाकराधौदपदां हिमालयकिरीटिनीं ब्रह्मराजर्षिरत्नाढ्यां वन्दे भारतमातरम् ॐ द्यौ शान्ति अन्तरिक्षं शान्ति पृथ्वी शान्ति आप शान्ति ओषधय शान्ति वनस्पतय शान्ति विश्वे देव शान्ति ब्रह्मा शान्ति सर्वं शान्ति शान्तिरेव शान्ति सामा शान्तिरेधि ॐ शान्ति शान्ति शान्तिः। मातृ प्रणाम 1 2 3। Good morning to all. Namaste. At a time when the world's going through unpredictable circumstances and extreme uncertainty, we at Nivedita Vidyapeetham are trying to bring you some semblance of normalcy. We bring to you our Fest online. Watch our cultural fest from the comfort of your home. Here is presenting to you Rangalila 2020. I would like to invite our headmistress Srimati Shobhana Kumari teacher to inaugurate our function. Let's welcome our HR. Thank you. പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, നമസ്തേ. ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം ഓൺലൈൻ വഴിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. കുട്ടികൾക്ക് വിദ്യാലയത്തിൽ വരാൻ സാധിക്കാതെ, കൂട്ടുകാരോടൊത്ത് ഒത്തുചേർന്ന് കളിക്കാൻ സാധിക്കാതെ അവരുടെ മനസ്സ്, നിങ്ങളുടെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നുണ്ടാകും. എങ്കിലും വളരെ സന്തോഷമുണ്ട്, ഈ വിദ്യാഭ്യാസ രീതിയോട് നിങ്ങൾ ഇണങ്ങിച്ചേർന്ന് ഒട്ടും താഴെ പോവാതെ, വിദ്യാഭ്യാസം താഴെ പോവാതെ മുന്നേറുന്നു എന്നറിയുന്നതിൽ. വിദ്യാലയത്തിലേക്ക് രക്ഷിതാക്കൾ പറഞ്ഞയക്കുന്നത് വെറും വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമല്ല, കുട്ടികളുടെ ഉള്ളിലെ സർഗാത്മകമായ കലാവാസനകളെ വളർത്താൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഇതെങ്ങനെ സാധ്യമാകുമെന്ന്, അല്ലേ? മനോഹരമായി അലങ്കരിച്ചൊരുക്കിയ സ്റ്റേജില്ലാതെ, വർണ്ണാഭമായ കർട്ടനില്ലാതെ, ശബ്ദമുഖരിതമായിട്ടുള്ള മൈക്ക് സാധനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ എങ്ങനെ സാധിക്കുമെന്ന്, അല്ലേ? പക്ഷേ നിങ്ങളുടെ മനസ്സ്, നമ്മുടെ മനസ്സ് ഒരിക്കലും ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരിക്ക് അടിമപ്പെട്ടു പോകാതെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ രക്ഷിതാക്കൾ ഒരുക്കി തന്ന മനോഹരമായ മുറിയില്, മനോഹരമായ കർട്ടനില്ലെങ്കിലും, മനോഹരമായ സ്റ്റേജില്ലെങ്കിലും, വലിയ ശബ്ദം പൊഴിക്കുന്ന മൈക്ക് ഇല്ലെങ്കിലും, നിങ്ങളുടെ ഉള്ളിലെ ആ സർഗാത്മകമായ കലാവാസനകളെ മനോഹരമായി ഉണർത്താനായിട്ട് സാധിക്കും എന്ന് നിങ്ങൾ തെളിയിക്കാൻ പോവുകയാണ്. ഈ വർഷത്തെ നമ്മുടെ വിദ്യാലയത്തിലെ കലാമേള രംഗലീല 2001 ഇവിടെ നടക്കാൻ പോവുകയാണ്. ഇതിന്റെ ഉദ്ഘാടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അത് നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്നതും അതുപോലെ ഈ കലാമേള ആസ്വദിക്കുന്നതുമായ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. അതോടൊപ്പം ഈ പരിപാടി ഭംഗിയായി വിജയിക്കാനായിട്ട്
സർവേശ്വരനോടുള്ള പ്രാർത്ഥനയും. നന്ദി, നമസ്കാരം. നമസ്തേ. നിവേദിത വിദ്യാപീഠം രാമനാട്ടുകരയുടെ ഓൺലൈൻ കലാമേളയായ രംഗലീല 2020 എന്ന കലയുടെ വസന്തത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കോവിഡ് എന്ന മഹാമാരിയുടെ പ്രതിസന്ധിയിൽ അകപ്പെട്ട് കഴിയുകയാണല്ലോ. ഈ പ്രതിസന്ധിയിലുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലെ സർഗാത്മകമായ കഴിവുകളെ ഉണർത്താൻ ഒരവസരം വന്നു ചേർന്നിരിക്കുകയാണ്. ഈ അവസരം എല്ലാ കുട്ടികളും പരമാവധി പ്രയോജനപ്പെടുത്തുക. കാഴ്ചയുടെ മേളപ്പൊലിമ തീർക്കുന്ന നിവേദിതയിലെ എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. Good morning. A warm welcome to my dear teachers, boys and girls. Today I am welcoming all to our school Kalamela Rangalila 2020. It is the first time we are organizing an online Kalamela. I would like to take this opportunity to extend a warm welcome to our respected headmistress, Ms. Shovana Chechi, and dear teachers. It is an important day. It is a day of colors and smiling faces. It is an opportunity to show our abilities. Once again, I am welcoming all of you to Rangalila 2020. All the very best to all the participants. Thank you. ॐ श्रीकृष्ण परमात्मने नमः। अथ श्रीमद्भगवद्गीता द्वितीयोऽध्यायः साङ्ख्ययोगः। कर्मण्येवाधिकारस्ते मा फलेषु कदाचन मा कर्मफलहेतुर्भूमा ते सङ्गोऽस्त्वकर्मणि योगस्थ कुरु कर्माणि सङ्गं त्यक्त्वा धनञ्जय सिद्ध्यसिद्ध्यो समो भूत्वा समत्वं योग उच्यते। दूरेण ह्यवरं कर्म बुद्धियोगात् धनञ्जय बुद्धौ शरणमन्विच्छ कृपणा फलहेतवा बुद्धियुक्तो जहातीह उभे सुहृददुष्कृते तस्माद् योगाय युज्यस्य योगकर्मसु कौशलम् कर्मजं बुद्धियुक्ता हि फलं त्यक्त्वा मनीषिणा जन्मबन्धविनिर्मुक्ता पदं गच्छन्त्यनामयम्। നമസ്തേ. കേതകീസുമങ്ങൾ സുഗന്ധം ചൊരിയും കേളി ഗൃഹമിതു വൃന്ദാവനം രസകേളി ഗൃഹമിതു വൃന്ദാവനം. ശരദരാവുകൾ ശയ്യവിരിക്കും കേളിവനമിതു വൃന്ദാവനം രസകേളിവനമിതു വൃന്ദാവനം. ചന്ദനപ്പൂവുകൾ ചൂടി വാനം ചന്ദ്രമത ചാന്തു ചാർത്തി. ചന്ദനപ്പൂവുകൾ ചൂടി വാനം ചന്ദ്രമത ചാന്തു ചാർത്തി. ശ്യാമവനങ്ങളിലക്കിലം നന്ദനഗീതമുണർന്നു നിറഞ്ഞു കളലളിതം കമനീയം കളിവനമിതുരമണീയം. കളലളിതം കമനീയം കളിവനമിതുരമണീയം. കേതകീസുമങ്ങൾ സുഗന്ധം ചൊരിയും കേളി ഗൃഹമിതു വൃന്ദാവനം രസകേളി ഗൃഹമിതു വൃന്ദാവനം. തങ്കത്തിരാകളിലക്കി യമുന മെല്ലെ ചിറങ്കയണിഞ്ഞു. തങ്കത്തിരാകളിലക്കി യമുന മെല്ലെ ചിലങ്കയണിഞ്ഞു. ഹൃദയതലങ്ങളിലാകെ അമൃതം പെയ്തു നിറഞ്ഞു കവിഞ്ഞു കളലളിതം കമനീയം
കളിവനമിതുരമണീയം കളലളിതം കമനീയം കളിവനമിതുരമണീയം കേതകി സുമങ്ങൾ സുഗന്ധം ചൊരിയും കേളി ഗൃഹമിതു വൃന്ദാവനം രസകേളി ഗൃഹമിതു വൃന്ദാവനം. താങ്ക് യു. നമസ്തേ. മാനത്തെ പൂന്തോപ്പിൽ പൂത്തു ചാഞ്ചാടിടും പൂക്കളിറുത്തു തരാം. കൺമണി പൂക്കളിറുത്തു തരാം. മാനത്തെ പൂന്തോപ്പിൽ പൂത്തു ചാഞ്ചാടിടും പൂക്കളിറുത്തു തരാം. കൺമണി പൂക്കളിറുത്തു തരാം. അമ്മതൻ കൈവിരൽ തുമ്പിലൂഞ്ഞാലാടി വാനിടം ചുറ്റി വരാം. പൊന്മണി പൊൻവള ചാർത്തി വരാം. മാനത്തെ പൂന്തോപ്പിൽ പൂത്തു ചാഞ്ചാടിടും പൂക്കളിറുത്തു തരാം. കൺമണി പൂക്കളിറുത്തു തരാം. രാരിരം പാടുന്ന പുള്ളുറങ്ങി പൂവാം കുറുന്നുമുറങ്ങി. രാരിരം പാടുന്ന പുള്ളുറങ്ങി പൂവാം കുറുന്നുമുറങ്ങി. തങ്കക്കനി നിന്നെ തൊട്ടിലാട്ടുമി അമ്മയുറങ്ങാതിരിക്കാം. തങ്കക്കനി നിന്നെ തൊട്ടിലാട്ടുമി അമ്മയുറങ്ങാതിരിക്കാം. Ciu ciu catakah kau kau kakah Madalika potah kuturuku Mitu mitu syukaha kuhu kogilaha Mitu mitu syukaha kuhu kogilaha Vanadi kukudaha kukucaku Vanadi kukudaha kukucaku Viharadi sheraha niragashye Viharadi sheraha niragashye रुद्रः अभिजय संजरति रुद्रः अभिजय संजरति सुन्दर सरसी श्वेदांस कादम्बः अभितत्रैव कादम्बः अभितत्रैव പക്ഷികളാനാം രാജാ കക്കൽ പക്ഷികളാനാം രാജാ കക്കൽ രമ്യമയൂരഃ സഹ ഏവാം രമ്യമയൂരഃ സഹ ഏവാം രമ്യമയൂരഃ സഹ ഏവാം. മാന്യ സദസ്സിന് നമസ്കാരം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കൊച്ചു മോണാക്റ്റാണ്. പേര് മഹാമാരി. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ താരമാരാണ്? കൊറോണ തന്നെ. ആ രോഗത്തിന് ഒരു പുതിയ പേരുണ്ടല്ലോ, COVID-19 എന്ന്. അല്ല, ഈ കൊറോണ എങ്ങനെ ഇത്രയ്ക്ക് വലിയ താരമായി മാറി? നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒരു സംശയം വേണ്ട, നാം തന്നെയാണ് അതിനെ ഇത്രയ്ക്ക് വലിയ താരമാക്കി മാറ്റിയത്. അതെങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്കൊരു കാഴ്ചയിലൂടെ കാണിച്ചു തരാം. നിങ്ങൾ അവിടെയുള്ള ശശിയേട്ടൻ ചായക്കട കാണുന്നില്ലേ? അവിടെ പോയി ഒരു ചായ കുടിച്ചാലോ? എല്ലാരും മാസ്ക് ഒക്കെ ഇടണേ. ശശിയേട്ട, എനിക്കൊരു ചായ. ഇപ്പൊ എടുക്കാം മോനെ. അല്ല, നീ മാസ്ക് ഗ്ലൗസും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, നല്ല കാര്യം തന്നെ. ഇപ്പൊ എടുക്കാട്ടോ ചായ. അല്ല, ആ വരുന്നത് രാഘവേട്ടനല്ലേ? അല്ല രാഘവേട്ട, നിങ്ങളെവിടെ ഈ കൊറോണ കാലത്ത് പോണേ? ഞാൻ കുറച്ച് കോയച്ചി വാങ്ങാൻ പോവാണ് ശശിയെ. അല്ലത് അത്യാവശ്യ സാധനങ്ങൾക്ക് മാത്രമേ പോവാവൂ, നിങ്ങൾക്ക് അറിയില്ലേ?
പ്രത്യേകിച്ച് പ്രായമുള്ളവർ. എന്തായാലും നിങ്ങൾ മാസ്ക് ഒക്കെ ശരിയായിട്ടിട്ട് പോയിക്കോളൂ. എന്നാ ശരി എന്റെ ശശിയെ, ഞാൻ പോവാണ് കേട്ടോ. അല്ല, ഈ രമണയാണ് ഒരുങ്ങിയിട്ടാണ് പോണേ. അല്ല രമണേ, ഇങ്ങോട്ട് ഒരുങ്ങി പോണേ? ഞാനത് കല്യാണത്തിന് പോവാ ശശിയേട്ടാ. അനക്കറിയില്ലേ ഈ കൊറോണ കാലത്ത് കല്യാണത്തിനൊന്നും പോകരുതെന്ന്? കുറച്ചാളെ ഒന്നും ഞാൻ കേട്ടെ. ഞാൻ പോയിട്ട് വരാം. ശ്രദ്ധിക്കണം കേട്ടോ രമണിയെ. ഇക്കൊരു വെള്ളം ഒരു നല്ല തണുത്തോട്ടോ. എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. അല്ല മോനെ, എന്താ മാസ്ക് ഹെൽമെറ്റ് ഒന്നും വെക്കണ്ട പോണേ? ഇക്ക എന്റെ ഹെൽമെറ്റ് തലേന്ന് ഫുള്ള് ജെല്ല് പോയിപ്പോ. നിങ്ങള് വേഗം എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. ഇന്നാ മോനെ വെള്ളം. ഒരു മാസങ്ങൾക്ക് ശേഷം. ഇന്നത്തെ പത്രത്തിൽ എന്താ വിശേഷം എന്ന് നോക്കട്ടെ. ഇന്ന് കുറെ പേർക്കുണ്ടല്ലോ കോവിഡ്. ഇവിടെയും ഉണ്ടോ? ഇവർക്കൊക്കെയോ? ഞാൻ ഇവരോട് എന്റെ അറിവ് വെച്ച് പറഞ്ഞതല്ലേ ശ്രദ്ധിക്കണം എന്ന്. ആരും കേട്ടില്ല. ഇനി എന്താ ചെയ്യാ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കോവിഡ് എങ്ങനെ ഇത്രയും വലിയ താരമായെന്ന്? അപ്പൊ നിങ്ങൾ എല്ലാവരും മാസ്ക് ഇട്ടോണം, സോപ്പ് ഇട്ടോണം, ഗ്യാപ്പ് ഇട്ടോണം. ഇതോടെ എന്റെ കൊച്ചുമോളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരിക്കലും കൂടി ഞാൻ പറയുകയാണ്, മാസ്ക് ഇട്ടോണം, സോപ്പ് ഇട്ടോണം, ഗ്യാപ്പ് ഇട്ടോണം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ മോട്ടിവേഷണൽ മൊണാർക്കാണ് അവതരിപ്പിക്കുന്നത്. എന്തായാലും എനിക്ക് അമ്മയെ വിളിച്ച് ഒരു സർപ്രൈസ് ഉണ്ട്. ഞാൻ ഇപ്പോൾ വിളിച്ചോണ്ട് വരാം. അന്ന് ഞാൻ എന്താ കൊണ്ടുവന്നിട്ട് നോക്ക്. അമ്മ എനിക്കൊന്നും അറിയിച്ചു തരാം. അത് കാണാൻ ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ആടാ, ഞാൻ മെയിൽ ചെയ്തേക്കാം. ആ എടാ മോനെ, എന്താ അമ്മേ? അമ്മയ്ക്ക് ഈ ഫേസ്ബുക്ക് ഒന്ന് എടുക്കുകയോ? ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പിന്നെ പറഞ്ഞുതരാം. മോനെ ഈ മെസ്സേജ് ഒക്കെ എങ്ങനെയാണ് അയക്കുന്നത്? ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകാമല്ലോ. ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഒരു കളി കൂടി. ഇപ്പൊ വലിച്ചെണ്ണ കറി ഉണ്ടാക്കിയേ? ഞാനാ? എനിക്കൊന്നും അറിയാം. നീ പറഞ്ഞു തന്നോളല്ലേ? അത് ചേട്ടൻ അറിയാം. ഞാൻ പറഞ്ഞാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ചേട്ടൻ ജനിച്ചപ്പോൾ തന്നെ ചേട്ടൻ ഒരു കാര്യങ്ങളും അറിയില്ലായിരുന്നു. അതൊക്കെ അമ്മ പറഞ്ഞ ഉദ്ദേശമൊക്കെ മനസ്സിലാക്കി. ഇപ്പോൾ ഒരു അമ്മയ്ക്ക് ഒരാവശ്യം വന്നപ്പോൾ ചേട്ടനില്ല. അവർക്ക് നമ്മളെ പോലെ സ്മാർട്ട് ഫോൺ തരാനൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അമ്മ എന്താ വേണ്ടേ? അമ്മയ്ക്ക് അപ്പുറത്തുള്ള കണ്ടോട് എന്നെ വിളിക്കുന്നു. നീ വരാൻ പറഞ്ഞു. നമസ്തേ, ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് മിമിക്രിയാണ്. ആദ്യം കുഞ്ഞു നായക്കുട്ടി, പിന്നെ നായ കച്ചറവും, ഇനി താറാവ്, ഇനി പൂച്ച മ്യാവ് മ്യാവ് മ്യാവ്, തീവണ്ടി കുയിൽ, താങ്ക്സ്. വിനോദ് പൂവക്കോടിൻ്റെ കാട്ടുപൂവ് എന്ന കവിതയാണ് ഞാനിവിടെ ആലപിക്കാൻ പോകുന്നത്. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയും
കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുമ്പേ പൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുമ്പിലെത്തിടുമ്പോൾ നിന്റെ കൊലൂസിന്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു. ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. നന്ദി, നമസ്കാരം. നമസ്തേ. എടപ്പാൾ ശ്രീ സുബ്രഹ്മണ്യം എഴുതിയ എന്റെ ഉണ്ണി എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. നേരമില്ലുണ്ണിക്കു നേരമില്ല, നേരം പോക്കോതുവാൻ നേരമില്ല, മുറ്റത്തെ മാവിന്റെ കൊമ്പിലൊന്നേറുവാൻ മാറിലൊന്നാടുവാൻ നേരമില്ല, തുമ്പിയെ കൊണ്ടൊരു കല്ലെടുപ്പിക്കുവാൻ തുമ്പപ്പൂവൊന്നു പറിച്ചിടുവാൻ, നാലുകാൽ നാട്ടിലൊലോലപ്പുര കെട്ടി കഞ്ഞി വെച്ചിടുവാൻ നേരമില്ല, നെല്ലി മരത്തിലേക്കാഞ്ഞൊന്നെറിയുവാൻ കല്ലെടുത്താലമ്മ കണ്ണുരുട്ടും, ഊഞ്ഞാലു കെട്ടാൻ തുടങ്ങിയാലമ്മയെ തുടയിലടിക്കുവാൻ ഓടിയെത്തും, ഒരു തുള്ളിപ്പൊതുമഴ എങ്ങാനും കൊള്ളുകിൽ ഒരുപാടു ചീത്ത പറയുമച്ചൻ, അപ്പൂപ്പൻ താടിയോടൊപ്പം നടക്കുകിൽ അപ്പൂപ്പൻ പോലും വഴക്കിടുന്നു, മണ്ണപ്പൻ ചുട്ടു കളിക്കുവാൻ പാടില്ല, മണ്ണിരയൊന്നു തൊട്ടുകൂടാ, കുയിൽപ്പാടും നേരം അതു മൊഴി ചൊല്ലുവാൻ അണ്ണാനോടൊത്തു ചിലച്ചിടുവാൻ, ആമ്പലിൻ പുഞ്ചിരി കണ്ടു രസിക്കുവാൻ മീനുകളോടൊന്നു മിണ്ടിടുവാൻ, പാടത്തു പോയൊന്നു പട്ടം പറപ്പിക്കാൻ പാട്ടൊന്നു പാടുവാൻ പാടില്ലത്രേ, ചുണ്ടുകൾ നന്നായി മുറുക്കി ചുവപ്പിച്ച ചെത്തിതൻ ചാരത്തു ചെന്നുകൂടാ, ആറ്റിലിറങ്ങുവാൻ കുളിരൊന്നറിയുവാൻ ഓളങ്ങളിൽ ചെന്നു തുടികൊട്ടുവാൻ, വെയിലോടൊന്നു വിയർത്തു നടക്കുവാൻ നീല നീലാവിലലിഞ്ഞിടുവാൻ, കൂട്ടുകാരോടൊത്തു കൂട്ടുകൂടി പൊട്ടിച്ചിരിക്കുവാൻ നേരമില്ല, കണ്ണുരുട്ടിക്കാട്ടുമമ്മയുണ്ടുണ്ണിക്ക് വിഷമിറപ്പിക്കും അച്ഛനുണ്ട് ഒച്ച. നമസ്തേ. മുരുകൻ കാട്ടാക്കടയുടെ പക. ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു,
ചതിമൂത്തു നമ്മൾക്കു മലവെളുത്തു തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു ചതിമൂത്തു നമ്മൾക്കു മലവെളുത്തു തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുകൾ ചുരുളുകൾ. പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി. മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുകൾ ചുരുളുകൾ. പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി. കാറ്റിനെയൊന്നു മണത്തു നോക്കൂ മണം ഗന്ധകപ്പാല പൂത്തുലയുന്ന മാതകം. പോക്കുവെയിലേറ്റൊന്നിരുന്നു നോക്കൂ പുറം തോലത്തിറങ്ങുന്നതഗ്നിസർപ്പം. മഴയേറ്റുമുറ്റത്തിറങ്ങി നിൽക്കൂ മരണമൊരു തുള്ളിയായണുപ്രഹരമായി. ഉപ്പു കല്ലൊന്നെടുത്തുപ്പു നോക്കൂ കടൽ കണ്ണീരിനുപ്പിഞ്ചവർപ്പിറക്കൂ. രാസതീർത്ഥം കുടിച്ചാമാശയം വീർത്തു മാത്രാവബോധം മറഞ്ഞ പേക്കുട്ടികൾ. രാസതീർത്ഥം കുടിച്ചാമാശയം വീർത്തു മാത്രാവബോധം മറഞ്ഞ പേക്കുട്ടികൾ. രാത്രികൾ പോലെ കറുത്ത തുമ്പപ്പൂവ് രോഗമില്ലാതെയുണങ്ങുന്ന വാകകൾ. പകയുണ്ട് നമസ്തേ, ഞാൻ ഇന്ന് കുറുത്തോല എന്ന കവിതയാണ് ചൊല്ലാൻ പോകുന്നത്. കുറുത്തോല കൊണ്ടു ഞാൻ കിനാവിൽ നിന്നും ഒരു നല്ല കിളിച്ചന്തം മെടഞ്ഞുണ്ടാക്കി. അതിലെന്റെ ഹൃദയം ഞാൻ ഒളിച്ചു വെച്ചു. അതിനൊന്ന് മിടിക്കുവാനിടം കൊടുത്തു. ഇളം ചുണ്ടുകൾക്കു സ്വയം മറന്നു പാടാൻ. മുളം തണ്ടിൽ മധുറും സ്വരം കൊടുത്തു. അകലെയങ്ങാകാശം നിറഞ്ഞു കാണാൻ. അകക്കണ്ണിൽ നിലാപക്ഷം കടം കൊടുത്തു. അറിയാതെ അതു പൊങ്ങിപ്പറന്നു പോയി. ആനന്ദമാം വികായസിൽ അലിഞ്ഞു പോയി. കുറുത്തോല കിളി പിന്നെ തിരിച്ചു. नमस्कार, मेरा नाम कालिदास है और मैं कोरोना योद्धा के बारे में बताने के लिए आया हूँ। कोरोना योद्धा एक ऐसा आदमी होता है जो खुद की चिंता न करके दूसरों की मदद के लिए टिका रहता है। एक कोरोना योद्धा को ये फिक्र बिल्कुल भी नहीं रहती कि उसका जान खतरे में है। उसे हमेशा यह फिक्र रहती है कि दूसरों का जान खतरे में है। एक कोरोना योद्धा कोई भी हो सकता है, जैसे कि डॉक्टर, नर्स और पुलिस कर्मचारी। एक कोरोना योद्धा बहुत मुश्किल और मेहनत से दूसरों का जान बचाता है। जो लोग दूसरों को मदद करते हैं इस कोरोना काल में उन्हें कोरोना योद्धा कहलाते हैं।
और एक कोरोना योद्धा बड़ी ही मेहनत और लगन से अपने जान खतरे में डालकर दूसरों को बचाता है। हमें अपने कोरोना योद्धा को सलाम करते हैं। इस देश के सभी कोरोना योद्धा कई दिनों के बाद भी अपने परिवार से नहीं मिले हैं क्योंकि वो व्यस्त हैं। एक आदमी ठीक होता है तो दूसरे को मदद चाहिए होती है, और जो कोरोना योद्धा ये अपने जान दांव पे लगाकर दूसरों को बचाते हैं। कोरोना योद्धा की जिंदगी में बहुत कठिनाई आती है, उन्हें खुद का भी ख्याल रखना पड़ता है, और ऐसी होती है कोरोना योद्धा की जिंदगी। नमस्कार। नमस्ते, मैं हरि कौशिक। आज मैं कोरोना योद्धा के बारे में बताने जा रहा हूँ। जैसे कई लोग हैं कि कोरोना योद्धा पुलिस, डॉक्टर्स, नर्स, कई लोग क्लीनिंग करने वाला, सब लोग उनकी जान दे देते हैं। तो उस लोगों का हमें शुक्रिया करने चाहिए। इस लोग हमें उसके जान भी दे देते हैं। उस लोग हमारी जीवन का आधार है। मेरे दिल से सलाम उनको। भाइयों और बहनों, हम भी प्रोटेक्ट है कि हम अपने घर पे है, पर वो लोग अपने घर पे नहीं जा सकते क्योंकि उस लोगों को बहुत काम करने चाहिए, जैसे कि कोरोना वायरस को डिफेंस करना। नमस्ते, मेरा नाम आदिकेतला। मैं सुभद्रा कुमारी चौहान की एक छोटी कविता आलंबन करती थी। कविता का नाम पानी और धूप। अभी अभी तीर धूप बरसने लगा, कहाँ से यह पानी, किसने फूट गड़े बादल के की है इसने शौताली। सूरज ने क्यों बंद कर लिया अपने घर का दरवाजा, उसकी माँ ने भी क्या उसको भूल लिया घर का राजा। जोर जोर से गरज रहे हैं बादल है किसके काका, किसको डांट रहे हैं किससे खहला नहीं सूला बाका। धन्यवाद। बादल दानी, बादल दानी, बादल दानी, बादल दानी, बादल दानी। चम चम चमकी बिजली रानी, उड़ी धधन में गड़ा सुहानी। बादल दानी, बादल दानी, गोब समासम बसो पानी। प्यासी चिड़िया, प्यासी घैया, प्यासी चिड़िया, प्यासी गैया, गाली हो सब दाल दैया, सूखे गात बड़ी है नैया, हुई मछलियों को हैरानी। बादल दानी, बादल दानी, बादल दानी, बादल दानी, गोब समाशम बसो पानी। सागर से बर जलाते, गाँव गाँव में रस बरसाते, सब जीवों के प्यास बुझाते, धरती हो जाती है दानी। बादल दानी, बादल दानी, बादल दानी, बादल दानी। फसल दान की खेतों महके, राह घाट हरियाली लहके, मन किसान का गाए चहके, दीक दीक में ढूंढक पानी। बादल दानी, बादल दानी, बादल दानी, बादल दानी, खूब शमाशा। नमस्ते। चंदा मामा कितना प्यारा, चेहरा कितना गोरा, कभी मेघ में तुम छिप जाते, कभी कभी मुस्काते, कभी ना तुम छिप जाओ मामा, मेरे आंगन आओ, साथ मेरे खेलो मामा, मेरे दिल बहलाओ। धन्यवाद। I'm Gayatri Mahesh. I'm studying in 6th standard. I'm going to recite a poem, Home They Brought Her Warrior Dead by Alfred Tennyson. Home they brought her warrior dead, she knows food nor utterly decline.
All her maidens watching said, she must weep or she will die. Then they praised him soft and low, called him worthy to be loved. Truest friend and noblest foe, yet she neither spoke nor moved. Stole a maiden from her place, lightly to the warrior stepped, took the face cloth from the face, yet she neither moved nor wept. Rose a nurse of 90 years, set his child up on her knee, like summer tempest come the tears. Sweet my child, I live for thee. Sweet my child, I live for thee. Namaste. Good afternoon all. My heart leaps up. This poem written by William Wordsworth. My heart leaps up when I behind a rainbow in the sky. So was it when my life began. So is it now I am a man. So be it was I shall grow old, or the let me deep. The child is father of the man. I cloud wish my day to be, both each to each by natural pity. ദേശത്ത് വാഴുന്നോർ
പട്ടാളം ഇറങ്ങി നടി കയ്യാമം വെച്ചു ചാത്തുവിനെ ചീറുമ കവലയിൽ കൊണ്ടുവന്നു. രാജദ്രോഹി എന്ന് മുദ്ര കുത്തി കടുവേറ്റി കൊന്നു ചാത്തുവിനെ. തുളുമ്പി നിറഞ്ഞ് കണ്ണീർ തുടയ്ക്കാതെ ചീറു
മുത്തിവള